ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ തമ്മിൽ കണ്ട മാതിരി തന്നെ ഇന്നൊരു ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. അങ്ങനെ എല്ലാ വർഷമൊന്നും ഇതുപോലെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിട്ടുള്ള ഷോപ്പിങ്ങും കാര്യങ്ങളൊന്നും ഒരിക്കലും ഉണ്ടാവാറില്ല. പല സമയത്ത് പോയാണ് പല സാധനങ്ങൾ വാങ്ങിക്കണത്. 10 സാധനം വാങ്ങിക്കണമെങ്കിൽ 10 പ്രാവശ്യം പോയി അങ്ങനെയൊക്കെയാണ് വാങ്ങിക്കണത്. വലിയ കാര്യമായിട്ടുള്ള ഷോപ്പിംഗ് എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ അടുത്ത് തന്നെയുള്ള അത്യാവശ്യം നല്ലൊരു കടയിൽ പോയി സാധനങ്ങൾ വാങ്ങും, അത്ര തന്നെ. പക്ഷേ ഇപ്പം ഞാൻ വന്നേക്കുന്നത് തൊടുപുഴയിലുള്ള അത്യാവശ്യം നല്ല വിലക്കുറവിൽ സാധനങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു കുടക്കീഴിൽ എന്ന് പറയില്ലേ, അതുപോലെ തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്കൂളിലേക്ക് വേണ്ട സകല ഐറ്റംസും അവിടെ നിന്ന് തന്നെ പറക്കിക്കൊണ്ട് വരാം. അങ്ങനെ ഞാൻ ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ കുറേ പ്രൊമോഷൻസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വീഡിയോ കണ്ടാണ് നമ്മളിവിടെ വന്നത്. നമ്മുടെ കൂടെ ഒരു ഫ്രണ്ടും അവളുടെ കൊച്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ വന്നത് വെറുതെ ആയില്ല. അത്യാവശ്യം നല്ല കളക്ഷൻസ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. സാധാ ഒരു പെൻസിൽ ബോക്സിന് തന്നെ ഒരുപാട് വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഇപ്പോൾ എന്താ പറയുക, 10, 20, 30 ഒന്നും മാത്രമല്ല, ഒരുപാട് എനിക്കറിയില്ല എണ്ണാൻ പറ്റാത്തത്ര കളക്ഷൻസ് ഓരോ സാധനങ്ങൾക്കും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ ബാഗ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ബാഗും ലഞ്ച് ബോക്സും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ബാക്കി എല്ലാ ഐറ്റംസും ഇവിടെ നിന്ന് തന്നെ എടുത്തു കേട്ടോ. കാരണം ബാഗ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു കളക്ഷൻസ് ഒക്കെ കഴിഞ്ഞതാണെന്ന് തോന്നുന്നു. നമുക്ക് പിള്ളേരുടെ അളവിൽ ഇനിയിപ്പോൾ ചെറുതൊന്നും പറ്റില്ലല്ലോ. അവർ ഐറു ആയാലും LKG പോയി തുടങ്ങിയതുകൊണ്ട് തന്നെ അത്യാവശ്യം പുസ്തകവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാര്യം ടെക്സ്റ്റും എല്ലാം സ്കൂളിൽ വാങ്ങി വയ്ക്കുകയാണ്. ആഴ്ചയിൽ ഒരു ദിവസമാണ് എല്ലാം കൊടുത്ത് വിടുകയുള്ളൂ. എന്നാലും ലഞ്ചും സ്നാക്സും വെള്ളമൊക്കെ കൊണ്ടുപോകുമ്പോൾ അത്യാവശ്യം വലിയ ബാഗ് വേണമല്ലോ. അങ്ങനെയുള്ള ബാഗ് നമുക്ക് പിള്ളേർക്ക് പറ്റിയത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാം കഴിഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഉണ്ട്, ഒരുപാട് ബാഗുകളുണ്ട്. പക്ഷേ ഇവർക്ക് ഇവർക്കെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല എന്തെങ്കിലും കാർട്ടൂൺ ക്യാരക്ടറിൻ്റെ ഒരു പിക്ചറും അത് നല്ല അട്രാക്റ്റീവായിട്ടുള്ള പിള്ളേർക്ക് ഇഷ്ടപ്പെടുള്ളൂ. അങ്ങനത്തെയൊക്കെ ഇവിടെ കുറവായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ബാഗും ലഞ്ച് ബോക്സ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചു. പിന്നെ ലഞ്ച് ബോക്സിന് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലഞ്ച് ബോക്സ് എനിക്ക് എപ്പോഴും എന്നല്ല, ഇപ്പോൾ 2-3 വർഷമായിട്ട് ഞാൻ ലഞ്ച് ബോക്സ് സാധാ നമ്മളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മാതിരി, നമ്മുടെ 90s ഉപയോഗിച്ചുകൊണ്ടിരുന്ന മാതിരി തന്നെയുള്ള സാധാ സ്റ്റീലിൻ്റെ ലഞ്ച് ബോക്സാണ് എനിക്ക് താല്പര്യം. പക്ഷേ സാധാ സ്റ്റീലിൻ്റെ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ ടൈപ്പ് വരുന്നുണ്ടല്ലോ, അതായത് സ്റ്റീലുള്ളിലുണ്ട്, നമുക്ക് റിമൂവ് ചെയ്തെടുക്കാവുന്നതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നും, നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. റിമൂവ് ചെയ്തെടുക്കാൻ പറ്റാത്തതാണ് അപകടം. പക്ഷേ അത് നോക്കിയിട്ട് എനിക്ക് എന്തോ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ലഞ്ച് ബോക്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കുപ്പികളൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഈ ടൈപ്പ് സ്റ്റീലിൻ്റെ തന്നെ, അകത്ത് സ്റ്റീലായിട്ട് പുറത്ത് കളർ വന്ന രീതിക്കുള്ള 2 കുട ഐഷുവിനും അമ്മൂനും എടുത്തു. ഐറൂന് സ്ട്രോ വന്ന രീതിക്കുള്ള നല്ല കുപ്പി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിള്ളേരും മറ്റവരും സ്ട്രോ വന്ന രീതിക്കുള്ള പറഞ്ഞതാണ്. പക്ഷേ എനിക്കത് എടുത്ത് കൊടുക്കാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഈ സ്ട്രോ എന്ന ടൈപ്പ് കുപ്പി വാങ്ങിച്ചാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഒന്നാമത് 3 വരെ രാവിലെ സ്കൂളിൽ വിടണേൻ്റെ തിരക്കായിട്ട് വീട്ടിലൊരു യുദ്ധം തന്നെയായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഈ സ്ട്രോ എന്ന ടൈപ്പുള്ള സംഭവങ്ങളൊക്കെ കുപ്പിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്തുകൊണ്ട് നിന്ന് തന്നെ എൻ്റെ ഒരുപാട് സമയം പോകും. എനിക്ക് അതിനകത്ത് ചെറിയൊരു പൊടി പോലെ എന്തെങ്കിലും കണ്ടാൽ തന്നെ എനിക്ക് യാതൊരു സമാധാനം ഉണ്ടാവില്ല. അത് നിന്ന് നന്നായിട്ട് കോലൊക്കെ ഇട്ട് ടൂത്ത് പിക്കൊക്കെ ഇട്ട് കുത്തി ഇളക്കി ക്ലീൻ ആക്കിയാൽ മാത്രമേ എനിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. പിന്നെ വെറുതെ എന്തിനാ അത് വാങ്ങിച്ച് കുറേ സമയം കാണണമെന്ന് വിചാരിച്ചിട്ട് കുപ്പി ഐറൂന് മാത്രം എടുത്തു. ഐറൂന് പിന്നെ എന്തായാലും ചെറുതായതുകൊണ്ട് അവൾക്ക് സാധാരണ കുപ്പിയിലൊന്നും കുടിക്കാറേ ആയില്ല. അതുകൊണ്ട് അവൾക്ക് മാത്രം അങ്ങനത്തെ കുപ്പി എടുത്തു കേട്ടോ. പിന്നെ ബുക്സ് കാര്യങ്ങളൊന്നും വേണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ സ്കൂളിൽ നിന്ന് തന്നെ ഓൾറെഡി ടെക്സ്റ്റും നോട്ടൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ബോക്സ്, അതുപോലെ പെൻസിൽ, റബ്ബർ, കട്ടർ, അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഉണ്ടല്ലോ പിള്ളേർക്ക് ഉപയോഗിക്കാനുള്ള, പേപ്പർ, ഫയൽ, അങ്ങനെയുള്ള കുറേ അല്ലറ ചില്ലറ ഐറ്റംസ്. അതിനൊക്കെ അത്യാവശ്യം നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളൊരു പാക്കറ്റ്, ഒരു ബോക്സൊക്കെ ആയിട്ട് എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ഓഫർ ഉണ്ടായിരുന്നു. വന്നത് വെറുതെ ആയില്ല. എന്തായാലും തൊടുപുഴ ബസ് കയറി വന്നത് ഒരിക്കലും വെറുതെ ആവില്ല. അതുകൊണ്ട് ഈ വരാനൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ എന്തായാലും ഇങ്ങോട്ട് തന്നെ പോരട്ടോ. കളക്ഷൻസൊക്കെ കഴിയണേക്കും മുമ്പ് അത്രയും നേരത്തെ വരുവാണെങ്കിൽ അതായിരിക്കും നല്ലത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് ഇറങ്ങി, അത് കഴിഞ്ഞിട്ട് നേരെ തന്നെയുള്ള ഒരു ഫുട്വെയറിൻ്റെ ഷോപ്പിൽ കയറിയിട്ട് നമ്മൾ ബാഗും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാഗും ലഞ്ച് ബോക്സ് അവിടെ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ബാഗും അതേപോലെ പിള്ളേർക്കുള്ള സ്കൂൾ ഷൂ 3 പേർക്കും വേണമായിരുന്നു. അതൊക്കെ വാങ്ങിച്ചിട്ട് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കേണ്ടതൊന്നും നമ്മൾ വലിയ കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ബിരിയാണിയും അതുപോലെ അമ്മച്ചി മാത്രം തേങ്ങാച്ചോറ് കഴിച്ചു. ഞങ്ങളൊക്കെ ബിരിയാണിയായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. സാധാ ഊണ് കഴിക്കാനാണ് കയറിയത്. 2 മണി കഴിഞ്ഞതുകൊണ്ട് തന്നെ ഊണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അതൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ വന്നേക്കുന്നത് മഹാറാണിയിലാട്ടോ. ഈ കാണുന്ന വലിയ കളക്ഷൻ മഹാറാണിയിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ സ്വന്തം വെഡ്ഡിങ് കളക്ഷൻ ആയിട്ടുള്ള തൊടുപുഴയുള്ള മഹാറാണി. അവിടെ നമ്മുടെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിനുള്ള ഒരുപാട് കളക്ഷൻസ്, ഒരുപാട് വെറൈറ്റി ഓഫ് ഐറ്റംസ് ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടുന്ന് വാങ്ങിച്ചാൽ മതിയായിരുന്നു, അവിടെ നിന്ന് വാങ്ങിക്കണ്ടായിരുന്നു എന്നൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അത്യാവശ്യം വിലയൊക്കെ ഉണ്ടായിരുന്നു. വിലയുടെ കാര്യത്തിൽ വലിയ കുറവൊന്നും ഇവിടെ പറയാൻ പറ്റില്ല. എന്നാലും നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു ഒരുപാട്. പിന്നെ ബാഗിൻ്റെ ഒക്കെ ഒരുപാട് കളക്ഷൻ നമ്മൾ കണ്ടു. നല്ല വിലക്കുറവിലും കണ്ടു. പിന്നെ ബ്രാൻഡഡ് ആണോ എന്നൊന്നും നമുക്ക് അറിയാൻ പാടില്ല. എന്തായാലും നമ്മൾ ബാഗ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു 2 കൊല്ലമെങ്കിലും നമ്മൾ കൊടുത്തു വിടുമല്ലോ. അപ്പോൾ അതനുസരിച്ച് വാങ്ങുമ്പോൾ നല്ല ഐറ്റം തന്നെ വാങ്ങിക്കും.
അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ തൊടുപുഴയിൽ തന്നെയുള്ള ഒരു ക്യൂബ് എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ കയറിയിട്ട് അത്യാവശ്യം നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള 2 ബാഗ് നമ്മൾ വാങ്ങിച്ചു. ഐഷുവിൻ്റെ ബാഗ് വേണ്ടായിരുന്നു കേട്ടോ, മമ്മൂനും ഐറൂനും മാത്രം മതിയായിരുന്നു ബാഗ്. അപ്പോൾ അതും വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ സാരി നോക്കാൻ വന്നതാണ് കേട്ടോ. ഐറൂൻ്റെ അംഗൻവാടിയിലെ ടീച്ചറിന് അവൾ പോണതുകൊണ്ട് തന്നെ ഒരു സാരി വാങ്ങി കൊടുക്കാമെന്ന് വിചാരിച്ച് നോക്കാൻ വന്നതാണ് കേട്ടോ. സാരിയുടെ പറയാനില്ല, അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഈ കല്യാണത്തിനൊക്കെ ഡ്രസ് കോഡായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് ഇവിടെ വന്ന് എന്തായാലും എത്ര ഐറ്റംസ് എത്ര പീസ് വേണമെങ്കിലും ഒരേ മോഡൽ നമുക്ക് എടുക്കാം കേട്ടോ. ഞാൻ കണ്ടതിൽ 299 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യേണ്ട സാരിയുടെ ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എടുത്ത് കാണിച്ചത് ടീച്ചറിന് പറ്റിയ മോഡലല്ലായിരുന്നു. അപ്പോൾ അത് പറ്റിയ നല്ലൊരു മോഡൽ നോക്കി അത് എടുത്തിട്ട് പിന്നെ പിള്ളേർക്ക് ഡ്രസ്സ് നോക്കാൻ വന്നതാട്ടോ. പിള്ളേർക്കെന്ന് പറഞ്ഞാൽ ഐറൂന് മാത്രം വാങ്ങിക്കാൻ വന്നതാണ്. കാരണം അടുത്ത ആഴ്ച ഐറൂൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് നോക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. പക്ഷേ അനീത്തി വിളിച്ചിട്ട് എന്ത് ചെയ്യാൻ സമ്മതിക്കില്ല, പിള്ളേർക്ക് 3 പേർക്കും എടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ അവൾ പൈസ തന്ന് അങ്ങനെ 3 പേർക്കും എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ബഡ്ജറ്റ് വളരെ കുറവായതുകൊണ്ട് തന്നെ പെരുന്നാൾ സ്കൂള് തുറക്കണം, 3 പേർ സ്കൂളിൽ പോകണം, എല്ലാം കൊണ്ടും മൊത്തം പിടിപിട്ടിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഞാൻ ഐറൂന് മാത്രം എടുക്കാനാണ് വന്നത്. പക്ഷേ അവളുടെ നിർബന്ധത്തിൽ 3 പേർക്കും അങ്ങനെ ഡ്രസ്സ് കൊടുത്തു. പിന്നെ അവൾക്കും അവളുടെ ഹസ്ബൻഡിനും കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ പറഞ്ഞ് അങ്ങനെ അതും എടുത്തിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ ഞാൻ ഈ ഉദ്ദേശിച്ച പോലത്തെ ലഞ്ച് ബോക്സ് ഞങ്ങൾക്ക് പിന്നെ തിരിച്ച് മൂവാറ്റുപുഴ വന്നപ്പോൾ അവിടെ നിന്ന് ഇതുപോലത്തെ ഒരു ചെറിയൊരു ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിൻ്റെ ഒരു കട കണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറിയപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ ലഞ്ച് ബോക്സും കിട്ടിയിട്ടോ. പിന്നെ അതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ച സാധനങ്ങൾ. ബാഗ് ഐറൂനും അമ്മൂനും വാങ്ങിച്ചു. പിന്നെ അതേപോലെ സ്നാക്സ് ബോക്സ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഈ പെൻസിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചത് നല്ല ഒരു ലാഭം പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം നല്ല റേറ്റ് കുറവുണ്ടായിരുന്നു കേട്ടോ. ഒരു ബോക്സ് 2 ബോക്സൊക്കെ എടുക്കുമ്പോൾ നല്ല റേറ്റ് കുറവുണ്ടായിരുന്നു. അങ്ങനെ ബോക്സ് കാര്യങ്ങൾ പിന്നെ അതുപോലെ പേപ്പർ എന്തായാലും ഐഷുവിന് 5ലേക്കൊക്കെ ആയതുകൊണ്ട് ഒരുപാട് അസൈൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതുകൊണ്ട് പേപ്പറൊക്കെ ഒരുപാട് ആവശ്യമുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചപ്പോൾ നമുക്ക് നല്ല ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾ 5ലേക്ക് ആയതുകൊണ്ട് ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് വേണമായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ അവിടെ നിന്ന് തന്നെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക.